അതൊരു വ്യക്തിപരമായ ഒരു സന്ദേശം, വ്യക്തിപരമായ ഒരു സ്വഭാവം. ആ ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ഭാര്യ ഭർത്താവ് ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, കുടുംബമായിട്ട് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് ഒക്കെ നമ്മളൊരു ദൈവവചനാണെന്നുള്ളതും ദൈവസഭയിലെ അംഗമാണെന്നുള്ളതും ഈ കുടുംബം യഹോവയെ സേവിക്കുന്നവരാണെന്നും സഭ ബോധ്യമായത്, ലോകസഭ ബോധ്യമായത് നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ഭാര്യ ഭർത്തൃ ബന്ധത്തിലും മക്കളുടെ ബന്ധത്തിലും മാതാപിതാക്കളുടെ ബന്ധത്തിലും ആയിരിക്കുന്നുവെങ്കിലും വ്യക്തിപരമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം ആവശ്യമാണ്. എൻ്റെ ഭാര്യ കടുംപിടുത്തമാണെങ്കിലും എൻ്റെ ഭർത്താവ് കടുംപിടുത്തക്കാരനാണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ചിലപ്പോഴൊന്നും ബോധ്യപ്പെടുന്നില്ലെങ്കിലും വേണ്ട പോലെ എന്നെ കരുതുന്നില്ലെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വേണം. അപ്പൻ പറഞ്ഞാലേ സ്നാനപ്പെടൂ, അച്ഛനും അമ്മയും പറഞ്ഞാലേ സ്നാനപ്പെടൂ, ഭർത്താവ് പറഞ്ഞാലേ ഭാര്യയ്ക്ക് സ്നാനപ്പെടാവൂ, രക്ഷിക്കപ്പെടാവൂ എന്ന് ശഠിച്ചാൽ ആ കുടുംബ പശ്ചാത്തലത്തെ ഞാൻ വിമർശിക്കുന്നില്ല. ഒരുപാട് സാക്ഷികളുണ്ട്. ഭർത്താവ് നരകത്തിൽ പോയിട്ടും ഭാര്യയെ സ്നേഹിച്ച് ഹല്ലേലൂയ കർത്താവ് അവളെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ഭർത്താവ് മാനസാന്തരപ്പെടുകയില്ല. ഭാര്യ മാനസാന്തരപ്പെട്ടു, ഭർത്താവ് ഒരിക്കലും പിടികൊടുക്കാതെ അത് വേറും ഒരു മതത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞു ശപിക്കപ്പെട്ടവരെ നരകം ചോദിച്ചു വാങ്ങിപ്പോയ ഭർത്താക്കന്മാരെ എനിക്കറിയാം, മക്കളെ എനിക്കറിയാം. ഇതിലൊക്കെ ഞാൻ ഉയർത്തിക്കാട്ടുന്നത് വ്യക്തിപരമായ ബന്ധമാണ്. അതുകൊണ്ട് കർത്താവിന്റെ കല്യാണം വരാറാണ്. കർത്താവ് വരും, നമ്മളെ ചേർത്ത്. അവനാണ് നമ്മളെ ഇഷ്ടപ്പെട്ടത്, അവനാണ് നമ്മളെ സ്നേഹിച്ചത്, അവനാണ് നമ്മളെ അച്ചാരം ചെയ്തത്. എത്രയോ നൂറുകണക്കിന് വിശുദ്ധന്മാരെ ദൂതന്മാരെ സാക്ഷി നിർത്തിയാണ് അച്ചാരം നടത്തിയെന്നറിയാമോ? എന്തെല്ലാം നമുക്ക് ചെയ്തു തന്നാണ്, വാഗ്ദത്തം ചെയ്താണ്, ഞാൻ നിന്നെ പുലർത്തിക്കോളാം, പോറ്റിക്കോളാം എന്ന നമ്മുടെ ദൈവപുരുഷൻ, നമ്മുടെ കർത്താവ് നമ്മളോട് വാക്ക് പറഞ്ഞു, ഞാൻ നിന്നെ പുലർത്തും, നീതിമാനായി നീ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല, അവൻ ഒരു നാൾ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. അനർത്ഥം നിനക്ക് വരും മോനെ മോളെ, പക്ഷെ അത് വ്യസന കാരണമായി തീരാതിരിക്കാൻ ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ പരിപാലിക്കും. ബാലസിംഹങ്ങളെ ഇരികിട്ടാതെ വിശന്നിരിക്കും. നീ എന്നെ അന്വേഷിച്ചതുകൊണ്ട് നിനക്ക് ഞാൻ പുഷ്ടിയും ശക്തിയും ബലവും തരും. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സമ്പന്നനായ ദൈവമായതുകൊണ്ടാണ് നമ്മളെ ഇതെല്ലാം നടത്തി. അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുണ്ട്, അവൻ്റെ പക്കൽ വേണ്ടതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അവൻ്റെ കരങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ്തലോട് പ്രാർത്ഥിക്കാം. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിലും ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിലും ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. കാൽവരി മലമുകളിൽ നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യസമ്പത്തേശുവേ. അവിടുത്തെ ഓമനപുത്രനെ, ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി തന്നതുകൊണ്ട് പിതാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തുതിക്കുന്നു. വീഴാതവണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് നിന്റെ മഹിമാസന്നിധിയിൽ ആനന്ദത്തോടെ കളങ്കമറ്റവരായി നിർത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവം ഞങ്ങൾക്ക് വാക്ക് പറഞ്ഞുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകജാതനെ ഞങ്ങൾക്കായി നൽകിയതുകൊണ്ട് സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, സഹായിക്കണം, ശക്തീകരിക്കുകയാണ്. അങ്ങയുടെ ദൂതന്മാരെ കാവലാക്കി നന്മകളാൽ നിറയ്ക്കണമേ.
പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടണം കർത്താവേ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളെ കണ്ടു, ഞങ്ങളെ ഇഷ്ടപ്പെട്ടു, ഞങ്ങളെ കോരിയെടുത്ത് വഴിയമ്പലത്തിൽ കൊണ്ടാക്കി നല്ലൊരു കൂട്ടായ്മയിൽ കൊണ്ടെത്തിച്ചു. പ്രത്യാശ വർദ്ധിപ്പിക്കത്തക്കവണ്ണം ഞങ്ങളെ ഹല്ലേലൂയ എല്ലാ മുറിവുകളും പുറത്ത് ഞങ്ങളെ സ്നേഹിച്ച് സഹായിച്ച് ഹല്ലേലൂയ എത്തേണ്ട അടുത്ത് എത്തിച്ച ദൈവത്തിന്റെ അളവറ്റ കരുണയ്ക്കായി സ്തുതിക്കുന്നു. ആ നല്ല ശമരിയക്കാരൻ വീണ്ടും വരുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആ കല്യാണം അടുത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ചേർക്കുവാൻ വരുന്ന കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കൃപ ചെയ്യണം. അങ്ങയുടെ വരവിനായിട്ട് ഒരുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.